In this video, we are going to explain about Davisson-Germer experiment. What was the need of this experiment? We know the wave-particle duality. What is that? That is a concept in quantum mechanics. That is, every particle or quantum entity, ഏതൊരു particle ആണെങ്കിലും quantum mechanics പറയുന്ന either അതിനൊരു particle ആയിരിക്കും or it can act as a wave. It expresses the inability of classical concepts like particle or wave to fully describe the behavior of quantum scale objects. നമ്മളിപ്പം നമ്മുടെ ബേസിക്സ് എന്ന് പറയുന്നത് തന്നെ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി ആണ്. അതായത് ദാറ്റ് ഇസ് എ മേജർ കോൺസെപ്റ്റ് ഇൻ ദ ക്വാണ്ടം മെക്കാനിക്സ്. നൗ കമ്മിങ് ടു ദാറ്റ്, വാട്ട് ഈസ് ദ വേവ് നേച്ചർ ഓഫ് എ പാർട്ടിക്കിൾ? എന്താണ് ഈ വേവ് നേച്ചർ? അപ്പൊ ക്വാണ്ടം കോൺസെപ്റ്റ്സിൽ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി പറഞ്ഞു. ഒരു പാർട്ടിക്കിളിന് can act both, it can have both a wave character and also the particle nature എന്ന് പറഞ്ഞു. എന്താണ് ഈ വേവ് നേച്ചർ അല്ലെ? വേവ് നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇലക്ട്രോൺ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ, അതായത് when it is propagating through space, it propagates like a wave and it interacts at point like a particle. ഇതാണ് ഒരു വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞത് അല്ലെ? അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഒരു വേവ് പോലെ ആൻഡ് ഇറ്റ് ഇന്ററാക്ട്സ് അറ്റ് സർട്ടൻ പോയിന്റ്സ് ലൈക്ക് എ പാർട്ടിക്കിൾ. എങ്കിൽ how can we determine the wave nature of the particles? So അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഡേവിസൺ ജെർമർ എന്ന് പറയുന്ന ഈ ഇവർ രണ്ടുപേരും, these two people, they were awarded Nobel Prize also, and they were behind it to confirm or to study about the wave nature of particles. Okay, and what was their setup? അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് അതിനെക്കുറിച്ച് പഠിക്കാനാണ്. എന്തിനെ കുറിച്ചാണ്? അപ്പൊ ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്, they wanted to determine the wave nature of particle. അപ്പൊ അവർ ചെയ്തത്, they were actually firing an electron beam. ഒരു മെറ്റൽ സർഫസിൽ ഇലക്ട്രോൺ ബീം കിട്ടിയിട്ട് അതിന്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺസിനെ കുറിച്ച് പഠിക്കാനായിരുന്നു. ഓക്കെ, നൗ വാട്ട് വാസ് ദ ഐഡിയ ബിഹൈൻഡ് ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ്? അപ്പം ഇത് അറൌണ്ട് 1923-27 എക്സ്പെരിമെന്റ് ആയിരുന്നു. ക്ലിന്റൺ ഡേവിസൺ ആൻഡ് ലെസ്റ്റർ ജെർമൻ ദർ അറ്റ് ബെൽ ലാബ്സിലായിരുന്നു. Okay, and their experiment was also confirmed by a de Broglie hypothesis. അല്ലെ, P is equal to or lambda is equal to h by p. നമ്മൾ പറഞ്ഞു ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് ഷോഡ് ദ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ ഫോർ ദ ഫസ്റ്റ് ടൈം എന്നല്ലോ. അപ്പൊ വാട്ട് വാസ് ദ ഐഡിയ ബിഹൈൻഡ് ദ ഐഡിയ എന്ന് പറയുന്നത്, അവരുടെ ഐഡിയ ഇതായിരുന്നു, ഇന്റർഫറൻസ് ഇഫക്ട്സ് ക്യാൻ ബി സീൻ ബൈ സ്കാറ്ററിംഗ് ഇലക്ട്രോൺസ് സ്കാറ്റേർഡ് ഫ്രം എ ക്രിസ്റ്റൽ. അപ്പൊ ഇന്റർഫറൻസ് എപ്പോഴാണ് നടക്കുന്നത്? whenever the path difference between scattering from different layers is an integral multiple of wavelength that we were studying from our 11th class onwards. അപ്പൊ ഇവരുടെ ഐഡിയ എന്ന് പറയുന്നത്, ഇലക്ട്രോൺസ് ഒരു ക്രിസ്റ്റലിൽ നിന്നും സ്കാറ്റർ ചെയ്യുമ്പോൾ അതിൽ നിന്നും ഇന്റർഫറൻസ് എഫക്ട്സ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇന്റർഫറൻസ് എപ്പോഴാണ് നടക്കുന്നത്? whenever ഈ ഡിഫറെന്റ് ലേയേഴ്സ് തമ്മിലുള്ള, ദാറ്റ് ഇസ് പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഈ ഡിഫറെന്റ് ലേയേഴ്സിലുള്ള സ്കാറ്ററിങ് ഡിഫറെന്റ് ലേയേഴ്സിൽ ഉണ്ടാകുന്ന സ്കാറ്ററിങ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് ആയിരിക്കണം. നമുക്കറിയാം, മൊമെന്റം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് വേവ് ലെങ്ത് ഈസ് ലാംഡ ഇസ് ഈക്വൽ ടു h by p അല്ലെങ്കിൽ h by mv എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ നമുക്ക് വി ക്യാൻ ടെസ്റ്റ് ദ ഇന്റർഫറൻസ് ബൈ ചേഞ്ചിങ് ദ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ഇത് ചെക്ക് ചെയ്തപ്പോൾ they could find that electrons show interference like waves with a wavelength lambda is equal to h by p. ഓക്കെ, അപ്പം അതാണ് അവര് കണ്ടത്. അപ്പൊ അതിൽ നിന്ന് ഇനി what were the evidences or what were the outputs that were given by Davisson and Germer? That is particle nature of electron, wave nature of electron. Similarly, ലൈറ്റിന്റെയും വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ആണ് ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, and both the experiments, that is de Broglie hypothesis, was also confirmed by this Davisson and Germer experiment. അപ്പൊ അവര് നമ്മൾ ഒപ്റ്റിക്കൽ ഫിനോമിന ബേസ് ചെയ്താണ് ചെയ്തത്. വാട്ട് വാസ് ദ ബേസിക് ഓഫ് ദെയർ എക്സ്പെരിമെന്റ്? അവരുടെ എക്സ്പെരിമെന്റിന്റെ ബേസിക്സ് ഇതായിരുന്നു. അവരൊരു ഫിലമെന്റ് ഹീറ്റ് ചെയ്തു, ഇലക്ട്രോൺസ് വന്നു. ആ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത ഇലക്ട്രോൺസിന് they accelerated the electrons and directed to a particular crystal. അല്ലെ, ആ ക്രിസ്റ്റലിൽ നിന്നും what happened? The electrons got scattered and the detector can be moved. This is a detector and this detector can be moved to detect the scattered electrons at an angle theta.
sufficient voltage was given to it. Okay, എന്താണ് ചെയ്തത്? ഒരു ഫിലമെന്റിനെ ഹീറ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റി? ഇറ്റ് സ്റ്റാർട്ടഡ് എമിറ്റിംഗ് ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്ത് ഒരു ക്രിസ്റ്റലിൽ സ്ട്രൈക്ക് ചെയ്യിച്ചു. ആൻഡ് ഫ്രം ദെയർ ദ ഇലക്ട്രോൺസ് സ്റ്റാർട്ട്സ് സ്കാറ്ററിങ് അപ്പോൾ അവരുടെ പെർട്ടിക്കുലർ ആംഗിൾ അല്ലെ. അപ്പം ഈ ഇവിടുത്തെ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് നിക്കലാണ്. And electrons have the wavelength as the order of X-rays. And this can be diffracted in the reflection or transmission of the beam of electrons by a crystal. Then we'll go to the detailed diagram. And this is the detailed diagram. See, here one main thing, vacuum chamber. First and the foremost thing is this whole setup, random diagram, they are very similar. ഇവിടെ ഞാൻ കുറച്ചുകൂടെ മൈന്യൂട്ട് ആയിട്ട് അല്ലെങ്കിൽ നട്ട്ഷെല്ലായിട്ട് വരച്ചെന്നേ ഉള്ളൂ. ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ഡയഗ്രാമാണ്. ഇവിടെ നമുക്ക് ഹൈ വോൾട്ടേജ് സപ്ലൈ കാണാം, ഇലക്ട്രോൺ കാണാം, ഇതെല്ലാം കാണാൻ പറ്റും. മൂവബിൾ ഡിറ്റക്ടറിനെയൊക്കെ ആംഗിൾ സർക്കുലർ രീതിയിൽ തന്നെയാണ് വരച്ചിരിക്കുന്നത്. മിനിയേച്ചർ ഡയഗ്രാം ഈസ് ഷോൺ ഹിയർ, only that's the difference. Okay, so here we can see that here there is a vacuum chamber. ഇവിടെ ഒരു vacuum chamber കാണിച്ചിട്ടുണ്ട്. ഇതിലെ ഫുൾ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് an evacuated chamber. It is an evacuated chamber, or we can say vacuum chamber. Okay, why? എന്തിനാണ് അതിനൊരു വാക്യൂം ചേംബർ അല്ലെങ്കിൽ ആ ചേംബറിനെ എന്തിനാണ് വൈ ഷുഡ് ബി ഇവാക്യുവേറ്റഡ്? കാരണം സോ ദാറ്റ് ദി ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു ഇലക്ട്രോണിന് എയർ റെസിസ്റ്റൻസ് ഇല്ല. ദർ ഇസ് നോ എയർ റെസിസ്റ്റൻസ് ഫോർ ദ ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഒരു ഫ്രീ മൂവ്മെന്റ് വിത്തൗട്ട് എനി ഇലക്ട്രോൺ റെസിസ്റ്റൻസ് ആണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? ഇവാക്യുവേറ്റ് ചെയ്തത്. ഓക്കെ, now there is an electron gun here. ഇതാണ് ഒരു ഇലക്ട്രോൺ ഗൺ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഇലക്ട്രോൺ ഗൺ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോൺ ഗൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ ടങ്സ്റ്റൺ ഫിലമെന്റ് and this is heated by a low voltage. Here you can see a cell and this is heated by a low voltage and this is used to emit electrons. ഇതിനെ ഒരു ലോ വോൾട്ടേജിൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഇലക്ട്രോണിന്, അപ്പൊ ഫിലമെന്റ് എന്താണ്? ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. ഇതിനെ നമ്മൾ ലോ വോൾട്ടേജ് കൊടുത്ത് ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് തെർമയോൺസ് ഓർ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ്. ഓക്കെ, ഈ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് എന്താണ് ചെയ്യുന്നത്? ഈ ഫിലമെന്റിൽ നിന്നും വരുന്ന ഇലക്ട്രോൺസിന് ദാറ്റ് ഇസ് ആക്സിലറേറ്റഡ് ടു എ ഡിസൈർഡ് ഫ്രീക്വൻസി വെലോസിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഹൈ വോൾട്ടേജ്. ഇവിടെ നമ്മളൊരു ഹൈ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യണം. ഒരു ഹൈ വോൾട്ടേജ് പവർ സപ്ലൈ നമ്മളൊരു സ്യൂട്ടബിൾ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യണം. ഇതുകൊണ്ട് എന്ത് പറ്റും? ആക്ച്വലി ദ തെർമയോൺസ് ദാറ്റ് ആർ എമിറ്റഡ് ഫ്രം ദിസ് ഫിലമെന്റ്. അപ്പൊ ഇതിലൊരു ബേരിയം ഓക്സൈഡും കൂടെ കോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഡയറക്റ്റ് ചെയ്ത്, അതായത് ഡിസൈഡ് വെലോസിറ്റിയിൽ അവനെ ആക്സിലറേറ്റ് ചെയ്യണം. ആൻഡ് ദ സിലിണ്ടർ വി നോ ദർ ഇസ് എ ഹോൾസ് ഇൻ ഇറ്റ്. അതിന് നമ്മൾ പെർഫറേറ്റഡ് സിലിണ്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ എമിറ്റഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് ടു പാസ് ത്രൂ ദ സിലിണ്ടർ വിത്ത് ഫൈൻ ഹോൾസ്. ആൻഡ് ദിസ് സിലിണ്ടർ ഈസ് കണക്റ്റഡ്. ഈ സിലിണ്ടർ ആണ് ഒരു ഹൈ വോൾട്ടേജിലോട്ട് ഒരു റിയോസ്റ്റാറ്റ് വഴി കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. High voltage and the electron get inside them, they get accelerated to the fine holes. ഈ ഫൈൻ ഹോൾസ് വഴി ആക്സിലറേറ്റ് ചെയ്ത് അവര് they come out in the form of beam. കണ്ടോ, ഇലക്ട്രോൺ ബീം ആയിട്ട് പുറത്തു വന്നു. ഈ ഇലക്ട്രോൺ ബീം എന്ത് ചെയ്തു? ഇലക്ട്രോൺ ബീം നേരെ പോയി ഒരു ടാർജറ്റില്, ഒരു ക്രിസ്റ്റലില്, ഒരു നിക്കൽ ടാർജറ്റില് അല്ലെ, ഒരു നിക്കൽ ക്രിസ്റ്റലില് ദ ബീം ഈസ് അലൗഡ് ടു ഫോൾ. ഇവിടുന്ന് ഫോം ചെയ്ത ഇലക്ട്രോൺസ് പെർഫറേറ്റഡ് സിലിണ്ടർ, അതായത് ഹോളുള്ള സിലിണ്ടേഴ്സിൽ കൂടെ പാസ് ചെയ്ത് ഇലക്ട്രോൺ ബീമായി അത് നേരെ ഒരു നിക്കൽ ടാർജറ്റിൽ പോയി ഇറ്റ് ഈസ് ഫോളിങ് ഓൺ ദിസ് നിക്കൽ ടാർജറ്റ്. ഓക്കെ, അപ്പൊ നിക്കൽ ടാർജറ്റിലെ ക്രിസ്റ്റലിൽ ഫോൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ദി ഇലക്ട്രോൺസ് ആർ ഗെറ്റിംഗ് സ്കാറ്റേർഡ്. ഇലക്ട്രോൺസ് പല ഡയറക്ഷൻസിലോട്ട് സ്കാറ്റർ ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് നമ്മളൊരു മൂവബിൾ ഡിറ്റക്ടേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡിറ്റക്ടർ മൂവ് ചെയ്യാനനുസരിച്ച് നമുക്ക് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടാണ് സ്കാറ്റർ ചെയ്യണമെങ്കിൽ ഡിറ്റക്ടർ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കളക്ട് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ടാണ് സ്കാറ്റർ ചെയ്യുമെങ്കിൽ ഡിറ്റക്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്യാം. സോ ദർ ഇസ് എ സർക്കുലർ ഓർ ആർക്ക് ഷേപ്ഡ് detector is used and this beam is made to fall on the nickel crystal and due to which electrons are scattered in all the directions. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മൂവബിൾ ഡിറ്റക്ടേഴ്സ് എടുത്തു. Now the intensity of the scattered beam, ഈ ഇന്റൻസിറ്റി ഓഫ് ദ ഈ സ്കാറ്റർ ചെയ്യുന്ന ബീമിന്റെ ഇന്റൻസിറ്റി നമ്മൾ ആരുടെ ഹെൽപ്പ് വെച്ചാണ് മെഷർ ചെയ്യണത്? വിത്ത് ഹെൽപ്പ് ഓഫ് ദാറ്റ് ഇസ് എ ഗാൽവനോമീറ്റർ ദാറ്റ് ഇസ് കണക്റ്റഡ്. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇറ്റ് ഈസ് നോട്ട് ഷോൺ ഹിയർ ബട്ട് ദാറ്റ് ഇസ് an other thing. ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇന്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ബീം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഹൈ ആണെങ്കിൽ കറണ്ട് പ്രൊഡ്യൂസ്ഡും ഹൈ ആയിരിക്കും.
Intensity of electrons എന്ന് പറയുന്നത് it is actually proportional to deflection in a galvanometer. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് കിട്ടിയത്. എന്തൊക്കെയുണ്ട്? ഒരു ഇവാക്യുവേറ്റഡ് ചേംബർ ഉണ്ട് അല്ലെ, ഒരു ഇലക്ട്രോൺ ഗൺ ഉണ്ട്. അവിടെ ആരാണുള്ളത്? there is a filament, there is a tungsten filament coated with barium oxide. നമ്മളത് ലോ വോൾട്ടേജ് കൊടുത്തു, ഹീറ്റ് ചെയ്തു, അത് ഒരു സിലിണ്ടറിൽ കൂടെ പാസ് ചെയ്യുന്നു, വിച്ച് ഇസ് കണക്റ്റഡ് ടു എ ഹൈ വോൾട്ടേജ് പവർ സപ്ലൈ. അവിടെ നിന്ന് അത് പുറത്ത് വരുമ്പോൾ ഒരു പെർഫറേറ്റഡ് സിലിണ്ടർ ആണ്. പുറത്ത് വരുമ്പോൾ ഇലക്ട്രോൺ ബീമായി നിക്കൽ ക്രിസ്റ്റൽ ടാർജറ്റിൽ അത് ഹിറ്റ് ചെയ്യുന്നു. ആൻഡ് ദ ഇലക്ട്രോൺസ് ആർ ഗെറ്റിംഗ് സ്കാറ്റേർഡ് ഇൻ ദ ഡിഫറെന്റ് ഡയറക്ഷൻസ് ആൻഡ് വി ക്യാൻ കളക്ട് ദ number of electrons from the movable detector and intensity can be measured by the galvanometer. അതിൻ്റെ ഒരു മിനിയേച്ചർ തന്നെയാണ് ഇവിടെയും വരച്ചിരിക്കുന്നത്, ഡിഫ്രാക്റ്റഡ് ബീം ഓഫ് ഇലക്ട്രോൺസ് ഓൺ ദ ഡിറ്റക്ടർ. ഓക്കെ, now എന്തൊക്കെയാണ് ഇതിൽ ഒബ്സർവേഷൻസ് എന്ന് നമ്മൾ പറയുന്നത്? This is what I was explaining. You can just go through this slide. Okay. Now, ഇനി എന്താണ് നമ്മളെ ഒബ്സർവേഷൻസ്? What you could explain or what you could get from this experiment. Okay. നമ്മളെ പറയുന്നത് we can see, നമ്മൾ പറഞ്ഞു ഇവിടെ നമുക്ക് ഇന്റൻസിറ്റി വേരി ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. there is a variation of intensity of the scattered electrons. അപ്പൊ ഇന്റൻസിറ്റി വേരി ചെയ്യുമ്പോൾ എന്ത് മാറും? ഈ തീറ്റ മാറും. അതായത് the accelerating potential difference or accelerating velocity is different. ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് ഈ എക്സ്പെരിമെന്റിൽ ഏകദേശം ഒരു 44 തൊട്ട് 68 അല്ലെങ്കിൽ 64 വരെ, ഏകദേശം 44 തൊട്ട് 64 വരെ they have just changed the accelerating voltage. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ see you can hear at 44 they were not getting any sharp peak. ഒരു 44ലോ 48ലോ ഇല്ല. അതേസമയം സി അറ്റ് 54 വോൾട്ട് ആയപ്പം നല്ലൊരു പീക്ക് കിട്ടുന്നു അല്ലെ. ഇവിടെ നിന്നാണെങ്കിൽ സ്റ്റാർട്ടിങ് അഗെയിൻ ഇറ്റ് ഈസ് ഡിക്രീസിങ്, അഗെയിൻ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ഇവിടെ എത്തുമ്പോൾ ഒരു ഷാർപ്പാണ്. ആ സമയത്ത് ആംഗിൾ മെഷർ ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഫൈൻഡ് ടു ബി ഫൈ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. നമുക്കറിയാം ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ഡിഗ്രിയാണ്, ഇത്രയും 50 ഡിഗ്രിയാണ്. സോ റിമൈനിങ് ഈസ് 65. ഓക്കെ, സോ ഈ അതായത് അറ്റ് 54 വോൾട്ട് എന്ന് പറയുന്നതിലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. അതിനുശേഷവും ആഫ്റ്റർ ദാറ്റ് ഓൾസോ അഗെയിൻ ദ ഇന്റൻസിറ്റി ദർ ഇസ് എ വേരിയേഷൻ ആൻഡ് വി ആർ നോട്ട് അറ്റ് ഓൾ ഒബ്റ്റെയിനിങ് എ ഷാർപ്പ് പീക്ക്. അപ്പൊ തീറ്റ 50 ഡിഗ്രി ആയപ്പോൾ when the intensity of the beam or when the accelerating voltage was 54 volt at scattering angle theta equal to 50 degree, we could see a sharp intensity peak. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പീക്ക് വരുന്നത്? This is a result of constructive interference. Electrons, അതായത് scattered electrons, different layers നിന്ന് ഒരു ക്രിസ്റ്റലിനകത്ത് ആറ്റംസ് എന്ന് പറയുന്ന റെഗുലർലി സ്പേസ്ഡ് ആണ്. ആ റെഗുലർലി സ്പേസ്ഡ് ആറ്റംസ് ഡിഫറെന്റ് ലേയേഴ്സ് ആയിട്ടാണ് ഒരു ക്രിസ്റ്റലിൽ ഇരിക്കുന്നത്. ആ ഡിഫറെന്റ് ലേയേഴ്സിലുള്ള ഇലക്ട്രോൺസ്, സ്കാറ്റേർഡ് ഇലക്ട്രോൺസിന്റെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കാരണമാണ് ഈ നല്ലൊരു ഷാർപ്പ് പീക്ക് 54 ആയപ്പോൾ കിട്ടിയത്. ഓക്കെ, and with the help of electron diffraction, the wavelength was also calculated to be approximately 0.165 nanometer. Okay, now and the Davisson Germer experiment, they started the experiment based on this result, that is lambda is equal to 12.27 angstrom by root v. നമുക്ക് ഡീബ്രോലി വേവ് ലെങ്ത് 54 വോൾട്ട് ഇട്ടപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1.67 ആങ്സ്ട്രം കിട്ടി. ഡേവിസൺ ജെർമറിൽ നമുക്ക് 1.65 ആങ്സ്ട്രം കിട്ടി. സോ both were having approximately the same result. കാര്യം തേർഡ് ഡെസിമൽ പോയിന്റിനല്ലേ there is a change, അത്രയല്ലേ ഉള്ളൂ. ഇതാണ് നമ്മളെ കമ്പാരിസൺ. മാത്തമാറ്റിക്കലി വി വെയർ കമ്പയറിങ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വെച്ച് നോക്കി. ഹിയർ ദർ ഇസ് പി ആണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഹൗ യു ആർ ഗെറ്റിംഗ് ദിസ് യു ക്യാൻ സീ ഫ്രം ദിസ് സൈഡ്. ആൻഡ് ഓൾസോ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമുക്ക് വാല്യൂ അറിയാം. എനർജി ഓഫ് ദ ഇൻസിഡന്റ് ഇലക്ട്രോൺസ് നമ്മൾ കണ്ടുപിടിക്കാം. ഇഫ് യു വോണ്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ആൻഡ് വി ക്യാൻ ഫൈൻഡ് ദ വി ഓൾസോ. ഓക്കെ, ഈ വി ആണ് നമ്മൾ എം വിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഐ ഹാവ് ജസ്റ്റ് കോപ്പീഡ് ഇറ്റ് ബിക്കോസ് നമുക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ ഉപയോഗം വരും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 50 ഡിഗ്രീസിലാണ്, പക്ഷെ ടോട്ടൽ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. സോ റിമൈനിങ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് തീറ്റ ബൈ 2 ഓർ ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു 65 ഡിഗ്രി. ആൻഡ് ഇവയെ ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമം, അതായത് n is equal to 1 എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് വി ആർ ഗെറ്റിംഗ് ലാംഡ ഈക്വൽ ടു 1.65 ആങ്സ്ട്രം. ഓക്കെ, സോ അപ്പൊ എന്താണ് നമ്മളെ ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ് ആൻഡ് വാട്ട് വാസ് ഇറ്റ്സ് കൺക്ലൂഷൻസ്? അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ്, ഇറ്റ് വാസ്
was performed to confirm the wave nature of particles, and it was in confirmation with the de Broglie hypothesis, wave nature of particles. എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ a parallel beam of constant energy electrons അല്ലേ a parallel beam of constant energy electrons was incident normal to the surface of a crystal. അപ്പോൾ ക്രിസ്റ്റലിന്റെ സർഫസ് നിക്കൽ ക്രിസ്റ്റൽ ഉണ്ട്. നിക്കൽ പ്ലെയിൻസിന്റെ സ്മോൾ ഡി ഇന്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് 0.91 ആണ്. അപ്പൊ അങ്ങനെയുള്ളപ്പം ഒരു പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള വച്ചിരിക്കുന്ന നിക്കൽ ക്രിസ്റ്റലിന്റെ സർഫസിലെ ഒരു പാരലൽ ബീം ഓഫ് ഓർ കോൺസ്റ്റന്റ് എനർജി ഇലക്ട്രോൺസ് വേർ അലൗഡ് ടു ഫോൾ ഓൺ ദം, and we can see that some electrons were reflected back from the crystal, and this number reflected at an angle theta could be measured by a detector അല്ലെ. നമുക്ക് അതിനൊരു നെസസറി ആക്സിലറേറ്റിംഗ് വോൾട്ടേജും ഉണ്ട്, എന്നാലേ ഈ ഇലക്ട്രോൺസ് ക്രിസ്റ്റൽസിൽ സ്ട്രൈക്ക് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. നമുക്കറിയാം ഒരു കുറച്ച് എനർജി അതിൽ ലോസ് ആകുന്നുള്ളൂ. And this ensured that electrons would be reflected from the surface of the nickel as low energy electrons lose energy rapidly in a solid. നമ്മൾ കണ്ടുപിടിച്ചു. Experiment was carried out from 44 volt to 64 or 68 volt, and we got a strong intense peak at 54 volt at an angle theta equal to 50 degree, and we got the wavelength also as point or 1.67 angstrom, which was in nearly or which was approximately same with de Broglie hypothesis 1.65 angstrom wavelength of the nature, and this confirmed the wave nature of electrons. Okay, and this is the nutshell of our experiment, that is Davisson Germer experiment.